എല്ലാവർക്കും ASAPലേക്ക് സ്വാഗതം. 28/5/2022 നടന്ന 10th പ്രിലിമിനറി പരീക്ഷയുടെ ഫേസ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോള തലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഉത്തരം മലയാളം മിഷൻ, ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത്, വളരെ വിവാദമായ ഒരു നോവലാണ്, ഓപ്ഷൻ ഡി എസ് ഹരീഷ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മൂന്നാമത്തെ, കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. അതിൽ നമുക്ക് ഓപ്ഷൻ ബി എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം എന്നതാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം നമുക്കറിയാം 1951 മുതൽ 56 വരെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തേക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്കറിയാം, ആരോഗ്യ സേതു എന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം, അതും ഓപ്ഷൻ എ തൃശ്ശൂരാണ്. ഏഴാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ 2021 അങ്കിത റെയ്ന അവാർഡ് നേടുന്നത്, അത് ടെന്നീസ് താരമാണ്. ഓപ്ഷൻ സി ടെന്നീസ് താരമാണ്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിൽ നമുക്ക് വരുന്നത് ഒന്ന് നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, വേറൊന്ന് വനിതാ ശാക്തീകരണം കൂടിയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 1ഉം 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല എന്നതാണ്. അതിൽ നമുക്ക് കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെയുള്ള ജില്ലകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓപ്ഷനിൽ പത്തനംതിട്ടയാണ് വരാതിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ നമുക്കറിയാം എസ് സോമനാഥാണ്. എസ് സോമനാഥ്, കേശവൻ മുന്നേ ഉണ്ടായിരുന്നതായിരുന്നു, ഇപ്പോഴത്തെ ചെയർമാനാണ് ചോദിച്ചിട്ടുള്ളത്, അത് എസ് സോമനാഥാണ്. 11ാമത്തെ ചോദ്യം, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ. 12ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഇവിടെ ചോദ്യം പാരമ്പര്യേതര എന്നതാണ്. അപ്പോൾ സൗരോർജ്ജം പാരമ്പര്യേതരമാണ്, വാതകവും സൗരോർജ്ജവും പാരമ്പര്യേതരമാണ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും പാരമ്പര്യേതരമാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പെടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി 1, 2, 3 എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ഈ പറയുന്ന 4 രാജ്യങ്ങളും കര അതിർത്തി പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി എഴുതാം, ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. 14ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ്. അടുത്തത് 15ാമത്തെ ചോദ്യം. ഇവിടെ ചോദ്യം മണിക്കരൻ എന്നാണ്, അതല്ല ശരിക്കും മണികരൺ എന്നാണ്. മണികരൺ താപോർജ്ജ കേന്ദ്രം മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നതാണ് ചോദ്യം. മണിക്കാരൻ അല്ല. അത് കഴിഞ്ഞ ഫേസ് 1 ഒരു ചോദ്യം കൂടിയായിരുന്നു, ജിയോ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് ചോദിച്ചിരുന്നു. അതേ ചോദ്യം തന്നെയായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്, മണികരൺ എന്നതാണ്. അത് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശിലാണ്. 16ാമത്തെ ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? നമുക്കറിയാം ഉത്തര മഹാസമതലമാണ്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് എന്നതാണ് ചോദ്യം. 17ാമത്തെ ചോദ്യം. അതിൽ ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ നമുക്കറിയാം ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്, അത് ഉത്തരായന രേഖയാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത, അത് ഓപ്ഷൻ ബി NH44 ആണ്. 20ാമത്തെ ചോദ്യം, മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല, അത് കൊങ്കൺ റെയിൽവേ ആണ്. നമുക്കറിയാം ബോംബെയിലെ. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം, അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 1955.
22ാമത്തെ ചോദ്യം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. കേരളത്തിലെ രാജൻ കൊലക്കേസൊക്കെ അതിന് ഉദാഹരണമാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ്. 6 തരം മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പു നൽകുന്നത്. 24ാമത്തെ ചോദ്യം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഓപ്ഷൻ ബി 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി 1947 ജൂലൈ 22-നാണ്. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നദി ഏത് എന്നാണ്. നമുക്കറിയാം അത് ഗംഗയാണ്. ഓപ്ഷൻ എ ഗംഗ. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് എന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേശീയ ഗീതമാണ്. ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ സി ആണ്. 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര എന്ന് ചോദിച്ചാൽ 52 സെക്കൻഡ്. അതായത് ഓപ്ഷൻ ബി ആണ് 52 സെക്കൻഡ്. 29ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 30ാമത്തെ ചോദ്യം. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത് എന്നതായിരുന്നു. അത് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്നതാണ്. ഇപ്പോൾ 2020, 21, 22 കാലഘട്ടങ്ങളിൽ സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. ഓപ്ഷൻ ഡി ആണ് 30ന്റെ ആൻസർ. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. അവിടെ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മസമാജം തന്നിട്ടുണ്ട്, ആര്യ സമാജം തന്നിട്ടുണ്ട്, പ്രാർത്ഥനാ സമാജം തന്നിട്ടുണ്ട്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബ്രഹ്മസമാജം നമുക്കറിയാം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാംഗ്, പിന്നെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ഇവിടെ കേശവ് ചന്ദ്രസേൻ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് എ ആണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, 33ാമത്തെ ചോദ്യം. സാന്താൾ കലാപം നടന്ന വർഷം ഏത് എന്നാണ്. അത് നമുക്ക് പറയാൻ പറ്റുന്നത് 1855 മുതൽ 56 വരെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ 1855 എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, അടുത്ത ചോദ്യം 34ാമത്തതാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. ഓപ്ഷൻ സി. 35ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. അമരാവതി സമ്മേളനത്തിലായിരുന്നു സി ശങ്കരൻ നായർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 36ാമത്തെ ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് എന്നതാണ് ചോദ്യം. അതിൽ നമുക്ക് ഓപ്ഷൻ പറയാവുന്നത് 36ാമത്തെ ചോദ്യത്തിനുള്ള ഓപ്ഷൻ ഡി ആണ്. 1857 മെയ് 10-നാണ്. 37ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ ദിനം. നമുക്ക് ക്വിറ്റ് ഇന്ത്യയുമായി 2 ചോദ്യങ്ങളായി. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആഗസ്റ്റ് 9 ആണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ. ആഗസ്റ്റ് 9-നാണ് അത് ആചരിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്തത് 38. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 39. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏത് എന്നാണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ് എന്നതാണ്. 40ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നതാണ്. ഫസൽ അലി കമ്മീഷൻ ആയിരുന്നു. അപ്പോൾ ഫസൽ അലി ആണ് ഇതിന്റെ കമ്മീഷൻ ചെയർമാൻ. ആരായിരുന്നു? ഫസൽ അലി. ഓപ്ഷൻ എ ആണ്. 41ാമത്തെ ചോദ്യം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്നാണ്. നമുക്കറിയാം കൊച്ചിയുടെ ശ്വാസകോശം അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മംഗളവനമാണ്. ഓപ്ഷൻ എ മംഗളവനമാണ്.
കേരള ഹൈക്കോടതിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. മംഗളവനമാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നതും മംഗളവനമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ചാണ് കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം അത് മംഗളവനമാണ്. 42ാമത്തെ ചോദ്യം, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് നമുക്കറിയാം സൈലന്റ് വാലി എന്നാണ് അല്ലേ. 42ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഏക ശുദ്ധജല തടാകം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ശുദ്ധജല തടാകങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. പൂക്കോട് തടാകമൊക്കെ ശുദ്ധജല തടാകങ്ങൾ വരുന്നതാണ്. പക്ഷേ കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഇതിൽ തന്നിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത് ശാസ്താംകോട്ട കായൽ എന്നതാണ്. PSC മിക്കവാറും അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 43ന്റെ ആൻസർ ബി കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. ഓക്കെ, ഏറ്റവും വലിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തേതല്ല. ഏറ്റവും ആദ്യത്താണെങ്കിൽ ചില ആളുകൾ പള്ളിവാസലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തേതല്ല, ഓർത്തിരിക്കുക, ഏറ്റവും വലിയത് എന്നതാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല നമുക്ക് ഓപ്ഷൻ ഡി ആലപ്പുഴ കൊടുക്കാം. അടുത്തത്, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ നമുക്ക് മറയൂർ, ചന്ദന നഗരം എന്ന് പറയുന്ന മറയൂരിനെ നമുക്ക് ഉൾപ്പെടുത്തി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏത് എന്ന ചോദ്യത്തിന് ബി എന്ന് തിരുവനന്തപുരം കൊടുക്കാം. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ ആണ്, പ്രത്യേകം ഓർക്കുക. 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ബി മലപ്പുറമാണ്. ഓപ്ഷൻ ബി മലപ്പുറമാണ്. ഓക്കെ, 50ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സ്പ്ലാഷ് എന്നാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആര് എന്നതാണ് അടുത്ത ചോദ്യം. നമുക്ക് ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നതാണ്. 52ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത് അത് ഓപ്ഷൻ എ കയ്യൂർ ലഹള എന്നതാണ്. മലബാർ കലാപവും വേലുതമ്പി കലാപവും ഉപ്പ് സത്യാഗ്രഹമൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ പ്രത്യേകത വരുന്നതാണ്. അതിൽ പെടാത്തത് കയ്യൂർ ലഹള എന്നാണ്. 53, ആദി ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. പൂക്കോട്ടൂർ സംഭവം, പൂക്കോട്ടൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി മലബാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് എന്നതാണ്. ദൈവദശകം, ദർശനമാല, ശിവശതകം ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഇതിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 55ാമത്തെ ചോദ്യമായിരുന്നു. 55ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഡി ആണ്. അടുത്തത് 56ാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഫേസ് 1 ചോദിച്ച ചോദ്യം തന്നെയാണ്. അത് പയ്യന്നൂരാണ്. ഓപ്ഷൻ എ പയ്യന്നൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം, വൈദ്യുത സമരം നടന്നത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തൃശ്ശൂരിലാണ്. 1936 തൃശ്ശൂരിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. 58ാമത്തെ ചോദ്യം, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം. 58 അത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി അയ്യങ്കാളി. കഴിഞ്ഞ എക്സാമിന് ഫേസ് 1 അയ്യങ്കാളിയെ പറ്റി ചോദിച്ചിരുന്നു. സിലബസിൽ നിന്ന് വളരെ വൃത്തിയായി പഠിക്കുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതിലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, 59ാമത്തെ ചോദ്യം, കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, അടുത്ത ചോദ്യം 60ാമത്തെ ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. അതാണ് മന്നത്ത് പത്മനാഭൻ നടത്തിയ സവർണജാഥ. ഓക്കെ, അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം എന്നാണ് 61ാമത്തെ ചോദ്യം. അത് എ വൃക്കകളാണ്. ത്വക്കും കരളൊക്കെ വിസർജനാവയവങ്ങൾ കൂട്ടത്തിൽ പെടുമെങ്കിലും, ത്വക്ക് എസ്പെഷ്യലി പെടുമെങ്കിലും പ്രധാന വിസർജനാവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ അരിപ്പകൾ എന്നറിയപ്പെടുന്ന വൃക്കകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യമാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ
നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ശരിയായത് ഏത് എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, അത് ശരിയാണ്. ഇത് 10ാം ക്ലാസ്സിലെ ചോദ്യങ്ങളിലാണ്, 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലും 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അത് തെറ്റാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ഇത് ശരിയാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു, ഇത് തെറ്റാണ്. അപ്പോൾ നമുക്കിതിൽ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി കൊടുക്കാം. ഓക്കെ, 63ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിന്റെ അപര്യാപ്തയാണ് റിക്കറ്റ്സ്? വിറ്റാമിൻ ഡി ആണ്, ജീവകൻ ഡി ആണ് അതിനുത്തരം. ഓക്കെ, ദെൻ 64ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നമുക്കറിയാം നിപ്പ, എയ്ഡ്സ് ഇവ വൈറസ് പ്രകാരമാണ്. നിപ്പ വന്നതിന് ശേഷം പല PSC ചോദ്യങ്ങളിലും നിപ്പ എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു, അത് ഇപ്രാവശ്യവും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അടുത്ത ചോദ്യം 65, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ആർദ്രമായിരുന്നു. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ആർദ്രം. അടുത്തത് 66ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഫ്ലൂറോ കാർബൺ CFC ഒക്കെ എന്താണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമാണ്. നൈട്രസ് ഓക്സൈഡ് ആണ് ശരിക്കും വരേണ്ടത്, പക്ഷേ ഇവിടെ നൈട്രജൻ ആണ്, അപ്പോൾ നൈട്രജൻ ഇതിൽ പെടാത്തതാണ്. ഓക്കെ, അപ്പോൾ 66ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. അടുത്തത് വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് എന്നതാണ്. റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, ഇതെല്ലാം എന്തിന് കാരണമാകും? വനനശീകരണത്തിന് കാരണമാകും. പക്ഷേ ഇവിടെ ചോദ്യം കാരണമാകാത്തത് എന്നതാണ്, അത് സസ്യപരിപാലനമാണ്. ഈ വനനശീകരണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിന് കാരണമാവുന്നത് നമ്മൾ ഉത്തരം എഴുതരുത്, ഇത് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 67ാമത്തെ ചോദ്യമാണ് ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം 68ാമത്തെ, ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് എന്നതാണ്. നമുക്ക് പശ, പ്ലൈവുഡ്, മെഴുക് എന്നിവയെല്ലാം കിട്ടും. പെട്രോൾ എന്ന് പറയുന്നത് ഇത് ഫോസിൽ ഇന്ധനമായി കാലങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി കൊടുക്കാം അതിന്. 68 ഓപ്ഷൻ സി പെട്രോൾ. 69ാമത്തെ ചോദ്യം, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രിയങ്കയാണ്, ഓപ്ഷൻ ബി പ്രിയങ്ക എന്നതാണ്. പ്രിയങ്ക ഒരു കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവൽ വിത്തിനമാണ്, അത് മണ്ണുത്തി സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തതാണ്. അടുത്ത ചോദ്യം 70ാമത്തതാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് കോഴിക്കോടാണ്, ഓർത്തിരിക്കുക, കോഴിക്കോട്. അടുത്തത് 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, അത് ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ, അതും ശരിയാണ്. കാരണം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയോണുകൾ, അതിൻ്റെ എണ്ണമാണ് ശരിക്കും മാസ് നമ്പർ. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് തന്നെയാണ്. ഇനി ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നാണ് ഇവിടെ വേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ ഐസോബാറുകൾ എന്നാണ്. അതുകൊണ്ട് 4 തെറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് 4 മാത്രമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലവന പ്രക്രിയയാണ്, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയയാണ്. അടുത്തത്, കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? അപ്പോൾ നമ്മൾ 1s2 2s2 എന്ന് കോൺഫിഗർ ചെയ്തു കഴിഞ്ഞാൽ 4s2 എന്നാണ് അവസാനം വരിക. അപ്പോൾ 2 ബാഹ്യദശമല്ലിൽ 2 ഇലക്ട്രോൺ ആണ് വരിക, അപ്പോൾ 2 ആണ് വരുന്നത്. അടുത്തത്, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം, അത് നമുക്കറിയാം 1 ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഒക്കെ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എന്നാണ്, അത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഈ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ ന്യൂട്രോണുകൾ ഇല്ലാത്തത് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. ഒരെണ്ണം ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്, 2 എണ്ണം ചോദിച്ചാൽ അത് ട്രിഷ്യവുമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണമാണ്, അത് 1, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യമാണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത് എന്നതാണ്. ഇത് ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ് ആണ്, ഓർത്തിരിക്കുക, സോഡിയം ബെൻസോയേറ്റ്. അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 4 ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. 4 ഇരട്ടിയാവുകയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. 4 ഇരട്ടിയാവുകയാണ് ചെയ്യുക.
പ്രോബ്ലം ചെയ്താൽ മനസ്സിലാവുന്നതാണ്. 77ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഓപ്ഷൻ സി ഭാരമാണ്. ഓക്കെ, ഇനി നമുക്ക് 78ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഏത് എന്നാണ്. ഇത് സോളാർ വാട്ടർ ഹീറ്റർ ആണ്. ഇതിന്റെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് ചുവപ്പിനാണ്. പക്ഷേ നമുക്ക് ഇതിൽ ചുവപ്പ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് ഓറഞ്ച് ആണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? നമുക്കറിയാം വയലറ്റിനാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണെന്നാണ്. നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ചുവപ്പ് എന്നാണ്. പക്ഷേ ചുവപ്പെന്ന് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഓറഞ്ച് ആണ്. ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം 80. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ 80ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെൽവിൻ ആണ്. ഇനി നമുക്ക് കണക്കിന്റെ ഭാഗത്തിലേക്ക് പോകാം. 81ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് എന്നാണ്. ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആണ്, സി ഒഴികെ. ഓപ്ഷൻ സി ഒഴികെ ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആയിട്ട് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 82ാമത്തെ ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, 16.612 ആണ്. അടുത്ത ചോദ്യം 83, ദൂരം കിലോമീറ്റർ, കോണ് ഡിഗ്രി അളവ്. ഇതിൽ ഒരു സമാന ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ദൂരം കിലോമീറ്ററുമായി ബന്ധമുണ്ടെങ്കിൽ കോണ് ഡിഗ്രിയുമായി ബന്ധമാണ്. ഓക്കെ, ബി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 84, അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. ഇതിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി 67 ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഇടുന്നതാണ്. നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആൻസർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇപ്പോൾ. അടുത്ത ചോദ്യം 85ാമത്തതാണ്. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ് എന്നാണ് ചോദ്യം. 85ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ എ ശനിയാണ്. അടുത്ത ചോദ്യം, സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9-ഉം താഴെ നിന്ന് 38-ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. 86ാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം ബി, ഓപ്ഷൻ ബി 46 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 87, രണ്ട് സംഖ്യകളുടെ ലസാഗു 7700-ഉം ഉസാഗ 11-ഉം ആണ്. അതിൽ ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? ഈ ചോദ്യം പ്രീവിയസും ആണ്. നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അതിന്റെ ഉത്തരം വരുന്നത് 87, ഓപ്ഷൻ സി 308 എന്നതാണ്. അടുത്ത 88ാമത്തെ ചോദ്യമാണ്. 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3ന്റെ ഉത്തരം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 39 ആണ്. അടുത്തത് 90ാമത്തെ ചോദ്യം ഇതാണ്. 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക എന്നതാണ്. അത് 125 ആണ്. ഓക്കെ, 90ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എ എന്നതാണ്. അത് 91ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 91ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ ഡി 99 സെക്കൻഡ് എന്നതാണ്. ഇനി 92, നമ്മൾ രക്തബന്ധം അല്ലെങ്കിൽ സമാന ബന്ധങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു മാനസിക ശേഷി പരിഗണന വരുന്നൊരു ചോദ്യമാണ്. ഇതിന്റെ ചോദ്യം, ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ്. 92ാമത്തെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം സഹോദരനാണ്. ഓപ്ഷൻ സി സഹോദരനാണ്. അടുത്തത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ്, അക്ഷരമാലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. 93ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഡിസ്കൗണ്ട്, അതായത് പെർസെൻറ്റേജ് വെച്ച ചോദ്യമാണ്, ശതമാനം വെച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ചോദ്യം, 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് വരുന്നത്, 50 രൂപ. അടുത്ത ചോദ്യം 95, 3 cube into 2 minus 4 plus 14 equal to എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 64 ആണ്. 96ാമത്തെ ചോദ്യം, റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 62 ആണ്. ഇതിൽ ഒറ്റയാന കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒറ്റയാന് സി ആണ്. അടുത്ത 98ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് 122 ആണ്. ഓപ്ഷൻ എ 122 ആണ്. ഓക്കെ, 99ാമത്തെ ചോദ്യം, എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 216 ആണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ എക്സ് കിട്ടിയേനെ. പക്ഷേ ഇവിടെ 19x³ എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിനൊരു എററായിട്ട് കാണുന്നുണ്ട്. ഇത് മിക്കവാറും ക്യാൻസൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് 100ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 100ാമത്തെ ചോദ്യം ബന്ധങ്ങളാണ്.
327 ആയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 എന്തായിരിക്കും 1000 ആയിരിക്കും. അപ്പോൾ നമ്മളെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ 100 ചോദ്യത്തിനും അതിനുള്ള ഉത്തരവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാത്സിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.